ശബരിമല വിഷയത്തിൽ വമ്പൻ ട്വിസ്റ്റുകളുമായിട്ടാണ് SIT വരുന്നത്. ഇപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശബരിമലയിൽ ഇപ്പോഴത്തെ സ്ഥിതിഗതികളിൽ ട്വിസ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണ് സംഭവിച്ചത് എന്ന് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും ശബരിമലയിൽ നിന്ന് കാണാതെ പോയ സ്വർണം ഇപ്പോൾ എവിടെയാണുള്ളത്, ഏത് രൂപത്തിലാണുള്ളത്, ആരുടെ പക്കലാണുള്ളത്, ശരിക്കും ആരാണിത് കടത്തി ആരുടെ കയ്യിൽ എത്തിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ പിക്ചർ ഉണ്ടാക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ഇവരൊന്നും വിവരം നൽകുന്നില്ല എന്നാണ് SIT പറയുന്നത്. ഇതിൽ കുറച്ച് സ്വർണം 98-ലെ വിജയ് മല്യ കൊണ്ടുവന്ന സ്വർണം തന്നെയാണെന്ന് പറയുന്നുണ്ട്. 19-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റിവെച്ച സ്വർണമാണെന്ന് പറയുന്നുണ്ട്. അതുമല്ല, ഇതെല്ലാം മാറ്റിവെച്ച് വേറെ സ്വർണമാണ് കൊണ്ടുവച്ചത് എന്നും പറയുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊന്നും വ്യക്തമായ ഒരു ചിത്രം SITക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോവുകയാണെന്നും ഇവരെ വഴി തെറ്റിച്ച് വിടുകയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും തീർച്ചയായും, കാരണം ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയോ അല്ലെങ്കിൽ N വാസുവിനെ പോലെയോ ഒന്നോ രണ്ടോ കണ്ണുകൾക്ക് കയറി പറ്റാൻ പറ്റുന്ന ഒരു ഇടമല്ല. ഉറപ്പായും അതിൽ ഉന്നത നേതാക്കളുടെ അല്ലെങ്കിൽ ഉന്നത പദവിയിലുള്ള ആൾക്കാരുടെ കരസ്പർശമുണ്ട്. ഇതിൽ ആരും മിണ്ടുന്നില്ല. ഇപ്പോ ഇപ്പുറത്ത് CPM-നെ നോക്കുവാണെങ്കിൽ വാസു ആണെങ്കിലും പത്മകുമാറിനാണെങ്കിലും വാ തുറക്കുന്നില്ല. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് ആരും ഒറ്റ മനുഷ്യൻ വാ തുറക്കുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോ എനിക്കൊന്ന് ഗോവിന്ദ് ഭണ്ഡാചാരി ഇപ്പോ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തൊരു സമയത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ചതിന് ശേഷം ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമമായിരുന്നു. അതുകൊണ്ട് 10 ലക്ഷം രൂപയുടെ DD കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു സ്വർണമാല കൊടുത്തു. ഈ സ്വർണമാല 4 വർഷം എടുത്തു രജിസ്റ്റർ ചെയ്യാൻ പോലും. ഇതെങ്ങനെയാണ്, എന്തിനാണ് കൊടുത്തത് എന്ന് പോലും അറിയാതെ, ആരാണ് കൊടുത്തത് എന്ന് പോലും അറിയാതെ 4 കൊല്ലമായിട്ട് ആ സ്വർണമാല അവിടെ ഇരിക്കുകയാണ്. ഇതാണ് ശബരിമലയിലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെ ഏറ്റവും കുരുക്കിലാക്കിയൊരു സാധനം. നിലവിൽ ഇപ്പോ നേരത്തെ നമുക്കറിയാം പത്മകുമാറിനെയും വാസുവിനെയും ഇതിൽ കൃത്യമായിട്ട് കണ്ണികളായതുകൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് 4 കൊല്ലമായി ഇദ്ദേഹം ഈ സ്വർണ്ണമാല കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് മനസ്താപം കൊണ്ട്, സ്വർണം മോഷ്ടിച്ചതിന്റെ മനസ്താപം കൊണ്ട് ഭഗവാൻ ഒരു സ്വർണ്ണമാല, ആ സ്വർണ്ണമാലയോ 4 കൊല്ലമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ആര് കൊടുത്താണ്, എന്തിനാണ്, സ്വർണ്ണമാണോ ചെമ്പാണോ ഒന്നും അറിയാതെ അവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യം. ഇത് ശബരിമലയെ സംബന്ധിച്ചൊരു വമ്പൻ തിരിമറിക്കുള്ളൊരു സാധ്യതയല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഒരു 4 പവന്റെ സ്വർണ്ണമാലയെ പറ്റിയുള്ള കണക്ക് പോലും അവിടെ ഇല്ലെങ്കിൽ എത്ര സാധനങ്ങളുടെ, എത്ര ആഭരണങ്ങളുടെ, ലോഹങ്ങളുടെ ഒക്കെ കണക്ക് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ പത്മകുമാർ ആണെങ്കിലും വാസു ആണെങ്കിലും വാ തുറക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചു കൊണ്ടുപോവുകയാണ്. പുറത്ത് ഇതൊരു രാഷ്ട്രീയ ആയുധമാകുന്നു. ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നു ഉമ്മൻചാണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതെന്ന്. തിരിച്ച് BJPയും കോൺഗ്രസും പാട്ടിറക്കി അവര് കട്ടു എന്ന് പറയുന്നു. ഇതൊരു രാഷ്ട്രീയ ആയുധമായി എനിക്കൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതിങ്ങനെ നിലനിൽക്കുമായിരിക്കും. അതിനുശേഷമായിരിക്കും ഇപ്പോ ഇടത് സർക്കാരാണല്ലോ ഭരിക്കുന്നത്, ആഭ്യന്തരമുള്ളത് മുഖ്യമന്ത്രിയുടെ കയ്യിലാണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പത്മകുമാറിനെ പുറത്താക്കിയിട്ടില്ല. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ സമയത്താണ് പോറ്റി വന്നതെങ്കിലും പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ് കക്കുന്നത്. അതുകൊണ്ടാണ് ആ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറിനെ വാസുവിനെയൊക്കെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ പത്മകുമാറിനെതിരെ ആരോപണം മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ നടപടി എടുക്കാത്തത്? അല്ല, പത്മകുമാറിന് ഇതിനകത്ത് ഒരു ദേവസ്വം ബോർഡ് ഓഫീസറുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജാവിന്റെ പവറാണ് ദേവസ്വം ബോർഡ് ഓഫീസർക്ക് കിട്ടുന്നത്. ദേവസ്വം ബോർഡിൽ എന്ത് നടന്നു കഴിഞ്ഞാലും, ദേവസ്വം ബോർഡിൽ നിന്നൊരു കല്ല് പോയാൽ പോലും, 1 സെന്റ് വസ്തു പോയാൽ പോലും അതിന് അഡ്രസ് ചെയ്യേണ്ട ഒരാൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ്. അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ അവിടെ ഒരു ഇല പോലും അനങ്ങത്തില്ല എന്നതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കുകയാണ് ശബരിമലയിൽ നിന്നും ഇത്രയും വലിയ സ്വർണം കട്ടോണ്ട് പോകുന്നത്. ഇപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനുമതിയില്ലാതെ അവിടെ നിന്നൊരു സാധനം വെളിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും ആരാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണം നിങ്ങൾ കൊണ്ടുപോക്കൂ. അതിന്റെ പൂർണ്ണ അധികാരി ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ആ സ്വർണത്തിന്റെ ആണെങ്കിലും അവിടെ ഇരിക്കുന്ന അയ്യപ്പന്റെ ആണെങ്കിലും പൂർണ്ണ അധികാരി ദേവസ്വം ബോർഡ് പ്രസിഡന്റാ. രാജാവിന്റെ അധികാരമാണ്. അപ്പോ രാജാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന ഒരാൾ മോഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ മോഷണത്തിന് കൂട്ടു നിൽക്കുമ്പോൾ രാജാവിനെ അറസ്റ്റ് ചെയ്യണ്ടേ? അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ക്യാപ്സ്യൂളുകൾ പറയുന്നതാണ് ഇതൊരു ആരോപണം മാത്രമാണെന്ന്. കാരണം അവർ ഭയക്കുന്നുണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ എന്തൊക്കെയോ, അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായാൽ, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നടപടി ഉണ്ടായാൽ
പത്മകുമാർ എന്തൊക്കെയോ പറയുമെന്നും അത് പാർട്ടിയെ തന്നെ അല്ലെങ്കിൽ സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുമെന്നുമുള്ള ഭയം ഇടതുപക്ഷത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ശബരിമല പോലൊരു വലിയൊരു സ്പിരിച്വൽ സെന്റർ എനിക്കൊന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിശ്ചയിക്കാൻ കെൽപ്പുള്ള ഒരു വിഷയമാണിത്. ഇതിൽ ഒരു നടപടി ഉണ്ടാകാതെ അല്ലെങ്കിൽ ഇതിലൊരു കൃത്യമായ പൂർണ്ണമായ അന്വേഷണം ഉണ്ടാകാതെ ഇതിലൊരു ഉത്തരം കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ SIT സംഘം എത്ര മാസങ്ങളായി ഇതിന്റെ പുറകെ നടക്കുന്നു, ആ സ്വർണം കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. കുറെ പേർ പറയുന്നു സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് അവിടെ ഒരു ആർക്കിയോളജിക്കൽ കടയുണ്ട്, അവിടെ കടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യുന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നല്ല ക്യാപ്സ്യൂൾ ഇറക്കുന്ന ആളുകൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതായത് ഫേസ്ബുക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തല പ്രാന്തായി പോയി. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് രാഹുൽ, സോണിയാഗാന്ധിയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോ കുറച്ചു ദിവസം മുമ്പ് ഇവർക്ക് ഇറക്കായിരുന്നു. ഇവരുടെ ടൈമിംഗ് ഒക്കെ ഒന്ന് തെറ്റിപ്പോകുന്നുണ്ട്. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു 10 വോട്ടെങ്കിലും കൂടുതൽ ലഭിച്ചേനെ, പക്ഷെ ടൈം മാറിപ്പോയി. പക്ഷേ സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ വരുമ്പോ പിണറായി വിജയനുമായിട്ടുള്ള ഫോട്ടോ ഉണ്ട്. കുറെ എല്ലാരും. പക്ഷെ മുഖ്യമന്ത്രി ആവുമ്പോ നമുക്ക് പറയാം ഒരു മുഖ്യമന്ത്രിയല്ലേ, എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കുമല്ലോ എന്ന് അവര് ക്യാപ്സ്യൂൾ ഇറക്കും. സോണിയാഗാന്ധി പിന്നെ കേന്ദ്രത്തിലായതുകൊണ്ട് കേന്ദ്രത്തിൽ വരെ പോകണ്ടേ. എന്താ ഇവിടെ ഉള്ളവർക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ, കാണാനൊന്നും പോകത്തില്ല. പോറ്റിക്ക് ഹിന്ദി അറിയാം, അതുകൊണ്ട് പോറ്റി സോണിയാഗാന്ധിയുടെ ഫോട്ടോ എടുത്തു. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇന്നിപ്പോ രാജീവ് ചന്ദ്രശേഖരൻ കൊടുത്തിട്ടുള്ള കേസ് ഇന്നാണ് പരിഗണിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് കേസുകൾ ഇതിന്റെ മേലിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് SITക്കാണെങ്കിലും പ്രഷർ കൂടി വരും. ഇപ്പോ കോടതിയാണെങ്കിൽ പോലും പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശബരിമല, അതായത് ഈ പോറ്റിയെ കയറ്റിയെ എന്ന് പറയുന്ന പാട്ട് മാത്രമല്ല, അതിലും വലിയ, അതായത് ഭക്തർക്ക് അവരുടെ ഭക്തി ഋണപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ മതവികാരം ഋണപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ദേവന്റെ മുതലടിച്ചുകൊണ്ട് പോകുന്നതാണ്. അതിലും വലിയൊരു മതവികാരം ഋണപ്പെടുന്ന ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർക്കാരിനാണെങ്കിലും കോടതിക്കാണെങ്കിലും പോലീസിനാണെങ്കിലും ഏറ്റവും തലവേദനയാകാൻ പോകുന്ന ഒരു കേസായിട്ട് ശബരിമല മാറും. അതെ, ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ അന്വേഷണം നടക്കുന്നു, നമ്മുടെ മാധ്യമങ്ങൾ അതിന്റെ പുറകെ പോകുന്നു. പക്ഷെ പിന്നെ എവിടെയൊക്കെ തെളിവെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പൊതുജനത്തിന് അറിയില്ല, നമുക്ക് പോലും അറിയില്ല, നമ്മളതിനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഇടയ്ക്ക് ഗോവർദ്ധൻ എന്തോ ഈ പറഞ്ഞ 4 പവന്റെ സ്വർണം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു, അത് പിടിച്ചെടുക്കുന്നു, അത് നമ്മുടെ VSSCയിലെ മെറ്റലർജി ഡിപ്പാർട്ട്മെന്റിൽ പരിശോധനയ്ക്ക് അയക്കുന്നു. അങ്ങനെ ഇതിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഇതൊന്നും പുറത്തു വരുന്നില്ല, എന്തൊക്കെയോ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായി ഈ സാധനം എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമല ആർക്കാണ് കൊടുത്തത് എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഈ സ്വർണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ 10 കിലോ സ്വർണ്ണം, 4 കിലോ ആണ്, 10 കിലോ സ്വർണ്ണമാണെന്ന് വിചാരിച്ചു. ഈ 10 കിലോ സ്വർണത്തിന്റെ മൂല്യം മാത്രമല്ലല്ലോ, അതിന്റെ സ്പിരിച്വൽ വാല്യൂ ഉണ്ട്, അതിന്റെ ആർക്കിയോളജിക്കൽ വാല്യൂ, എല്ലാ വാല്യൂവും കൂട്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ശബരിമലയിൽ നിന്ന് ഒരു ഗ്രാം സ്വർണം എടുത്താൽ പോലും അത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. അതുപോലെ ഈ സ്വർണം കഷ്ണങ്ങളായി മുറിച്ച് അതെ വാതിൽ കൊണ്ട് പൂജിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിൽ കഷ്ണങ്ങൾ മുറിച്ച് ഏലസിലിട്ട് വിറ്റു എന്നോ എന്തൊക്കെ കഥകളാണ് ഇറങ്ങുന്നത്. എന്ത് തന്നെ ആയാലും നമ്മുടെ ഇപ്പോൾ സംസ്ഥാനം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം SIT സംഘത്തിന് പോലും ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾക്ക് വഴിതിരിച്ചു വിടാൻ പറ്റുന്ന അത്രയും ദുർബലമായ ഒരു സംഘത്തെയാണോ നമ്മുടെ കേരള സർക്കാർ അന്വേഷണത്തിനായി അയച്ചത് എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരാരുടെ കേരള സർക്കാരിന്റെ കട്ടവന്മാരാരാ കേരള സർക്കാർ. അപ്പൊ ഉത്തരവും അതിൽ തന്നെയുണ്ട്.